ന്യൂസ് ചാനൽ നമ്മൾ തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭാരതാംബ, ഗവർണർ, പൂജ ആകെ പ്രശ്നമാണ്. അപ്പം 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇത്രയും നാളായിട്ട് നമുക്ക് ഭാരതാംബ ഇല്ലായിരുന്നു. നമുക്ക് ഈ ഇടയ്ക്ക് ഏകദേശം ഒരു മാസത്തോളം ആയിട്ടുള്ളൂ നമുക്ക് ഭാരതാംബ ഉണ്ടായിട്ട്. പിന്നെ പൂജയായി, കാര്യങ്ങളായി, പൂജിക്കാൻ കുറേ പേര് സമ്മതിക്കുന്നില്ലെന്നായി, അതിന് സമരം ചെയ്യലായി, അങ്ങനെ സമ്മതിച്ചില്ലെങ്കിൽ ഞങ്ങൾ സമരം ചെയ്യുന്നു അവരായി, അങ്ങനെ ആകെപ്പാട് മൊത്തത്തിൽ കലുഷിതമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. അപ്പം യഥാർത്ഥത്തിൽ സാധാരണ ജനങ്ങളെ സംബന്ധിച്ച് കാരണം ഇന്ത്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ വികാരവും അവരുടെ വിചാരവും അവരവരിന് വേണ്ടി പണിയെടുത്ത് അവരവരുടെ കാര്യം നോക്കി മര്യാദയ്ക്ക് പോകുന്ന. അപ്പം അതിനെ ഇങ്ങനെ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വേണ്ടി കുറേ അവരിരുന്നുകൊണ്ട് എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് കഴിഞ്ഞപ്പോഴാണ് ഇനി ഭാരതാംബനെ കിട്ടി. അപ്പം അതെടുത്ത് വെച്ചിട്ട് അതായത് സാധാരണ ജനങ്ങളിവിടെ മറ്റേ മൃഗങ്ങളുടെ ശല്യം മൂലം അങ്ങനെ കുറേ പേര് മരിക്കുന്നു. പിന്നെ റോഡുകൾ ഇടിഞ്ഞു പൊളിഞ്ഞു വീണ്, നാഷണൽ ഹൈവേ ഇതെല്ലാം. അപ്പോൾ ഇതൊക്കെ ഒന്ന് മറയ്ക്കാൻ വേണ്ടിയുള്ള ഒരു സെറ്റപ്പ് നാടകം, ഒരു പൊറോട്ട് നാടകം. അതിങ്ങനെ മറ്റേന്ന് പറഞ്ഞാൽ സാധാരണ ആൾക്കാരെ പറ്റിക്കുക എന്നുള്ളതാണ് ഈ പറയുന്ന ആൾക്കാരുടെയൊക്കെ ഒരു സെറ്റപ്പ്. അല്ലാതെ ഇതിലെന്ത് കഴമ്പുണ്ടായിട്ടാണ്? ഈ 1947 നമ്മൾ വെക്കാത്ത ഒരു ഭാരതാംബനെ ഒരു മാസം മുമ്പ് കൊണ്ടുവന്ന് വെച്ചിട്ട് ഭാരതാംബയാണ് എന്ന് പറയുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. കാരണം ഭാരതത്തോട് എല്ലാവർക്കും, ഭാരതത്തിൽ ജീവിക്കുന്ന എല്ലാവർക്കും സ്നേഹം ഉണ്ടെന്നുള്ളത് അണ്ടർസ്റ്റുഡ് ആയിട്ടുള്ള കാര്യമാണ്. അല്ലാണ്ട് ആരും ഇവിടുന്ന് പോയിട്ട് വേറെ ഒരു ഭാരതാംബനെ കൊണ്ടുവന്ന് വെച്ചാൽ, കാരണം നമ്മുടെ മാതൃരാജ്യത്തെ നമ്മളല്ലാതെ പിന്നെ ആരെ സ്നേഹിക്കും? അത് മനസ്സിലാക്കാനുള്ള പ്രായോഗിക ജ്ഞാനം പോലും ഇല്ലാത്ത ആൾക്കാരായിപ്പോയല്ലോ നമ്മുടെ നേതാക്കന്മാർ.